മുൻമന്ത്രി കെ ബാബുവിനെതിരെ കുരുക്ക് മുറുകുന്നു. ബാബുവിനെതിരായ അന്വേഷണം തുറമുഖ വകുപ്പിലേക്കും ബാബു കൈകാര്യം ചെയ്ത മറ്റു വകുപ്പുകളിലും വൻ ക്രമക്കേട്. സ്വത്ത് സമ്പാദ്യ പരിശോധനയിൽ വിജിലൻസ് ഇതുവരെ പിടിച്ചെടുത്തത് 200-ൽ പരം രേഖകൾ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ലോക്കറുകൾ തുറന്നതിൽ തന്നെ 2 ഘട്ടങ്ങളിലായി സ്വർണങ്ങൾ നിരവധിയാണ് കണ്ടെത്തിയത്. ഇപ്പോൾ പരിശോധനയിൽ ബോധ്യമായതും കണ്ടെത്തിയതുമായ തെളിവുകൾ എന്തൊക്കെ? പരിശോധനയുടെ ആകെ വിശദാംശങ്ങൾ. പരിശോധനയാണ് പ്രധാനമായും വിജിലൻസ് നടത്തുന്നത്. പോലെ ലോക്കറുകളിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 250-ൽ പരം പവൻ സ്വർണം ഇതിനകം കണ്ടെടുത്തു കഴിഞ്ഞു. ഇതുകൂടാതെ നിരവധി രേഖകളും ബാബുവിന്റെ വീട്ടിൽ നിന്നും ബാബുവിന്റെ ബിനാമികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. ഇതിൽ കൂടുതലും ഭൂമി ഇടപാട് സംബന്ധിച്ച നിരവധി രേഖകളുണ്ട്. പ്രത്യേകിച്ച് ബാബുവിന്റെ പ്രധാന ബിനാമി എന്നറിയപ്പെടുന്ന ബാബുറാമിന്റേതടക്കം 21 ഭൂമി ഇടപാടുകളുടെ രേഖകളടക്കം വിജിലൻസിന് ലഭിച്ചിരുന്നു. മൊത്തത്തിൽ 200-ൽ പരം രേഖകൾ ഇതിനകം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിശോധനകളാണ്, വിശദമായ പരിശോധനയാണ് ഇപ്പോൾ വിജിലൻസ്. അത് തന്നെയാണ് ഉമേഷ്, അതായത് പരിശോധന വ്യാപിപ്പിക്കുന്ന ഘട്ടം. ഒരുപക്ഷെ കെ ബാബു കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളിലേക്കും പരിശോധന നീളുകയാണ്, തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട്. ഒപ്പം ബിനാമിയുടെ ഭൂമിയിലേക്ക് റോഡ് പണിഞ്ഞതിലെ ക്രമക്കേട്. ഇങ്ങനെ അന്വേഷണം അതിന്റെ എല്ലാ തലങ്ങളും വ്യാപിപ്പിക്കുകയാണ്. തീർച്ചയായും അതാണ് ഇപ്പോൾ പിടിച്ചെടുത്ത രേഖകളിൽ പ്രധാനമായും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. തുറമുഖ വകുപ്പിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് തൃപ്പൂണിത്തറയിൽ തന്നെയുള്ള ബാബുവിന്റെ ബിനാമിയായ ബാബുറാമിന്റെ ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തുറമുഖ വകുപ്പിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് അത്തരത്തിലൊരു റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് ഏതാണ്ട് 300 മീറ്ററോളം വരുന്ന റോഡാണ്. ഇത് നേരത്തെ ഒരു ചെറിയ റോഡായിരുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ അധികം ജനവാസമില്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇത്. എങ്കിൽ തന്നെയും ഈ റോഡ്, ഇത്രയും വിശാലമായ റോഡ് എന്തിനു നിർമ്മിച്ചു എന്നുള്ളതാണ് അന്വേഷിച്ചത്. അപ്പോഴാണ് അത് ബാബുറാമിന്റെ ഭൂമിയിലേക്കാണ് റോഡ് എന്നുള്ളത് വ്യക്തമായത്. ബാബുറാമിന് ഏതാണ്ട് 20 ഏക്കറോളം വരുന്നൊരു ഭൂമി ഇവിടെയുണ്ട്. ആ ഭൂമിയിലേക്കാണ് ഇത്തരത്തിലൊരു റോഡ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് പരിശോധിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ മറ്റെന്തൊക്കെയാണ് ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് എന്നതാണ് വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുറമുഖ വകുപ്പിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന വിജിലൻസിന് ബോധ്യമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള പരിശോധനകൾ ഒരാഴ്ചക്കകം പൂർത്തിയാക്കാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത് കൂടാതെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പിടിച്ചെടുത്ത രേഖകൾ പലതും സമർപ്പിച്ചിരുന്നു. അവിടെ നിന്നും പലത് വിജിലൻസിന്റെ പരിശോധനയ്ക്കായി തിരിച്ച് ലഭിക്കാനുണ്ട്. അത് കോടതിയോട് അതിന്റെ അപേക്ഷ വിജിലൻസ് നൽകി കഴിഞ്ഞു. കോടതി അനുവദിച്ചാൽ ബാക്കിയുള്ള രേഖകൾ കൂടി കോടതിയിൽ നിന്നും തിരിച്ചു വാങ്ങി വിശദമായ പരിശോധന നടത്തും. ആ പരിശോധനയിൽ കെ ബാബുവിന് മറ്റ് സംസ്ഥാനത്ത് ഭൂമിയുണ്ടോ എന്നുള്ള കാര്യം കൂടി വിജിലൻസ് പരിശോധിക്കും. അത്തരത്തിൽ അവിടെയും ഭൂമിയുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. എന്തായാലും ഈ പരിശോധനകൾ ഒരാഴ്ചക്കകം പൂർത്തിയാക്കി പിന്നീടായിരിക്കും ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കുക. ജിംഷാദ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബാബുവിനെതിരായ അന്വേഷണം എല്ലാ വ്യാപ്തിയിലേക്കും പരക്കുകയാണ്. വിജിലൻസ് തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കൂടി അന്വേഷണ വിഷയങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തെത്തുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മുംബൈ ഭീകരാക്രമണ കേസിൽ ലഷ്കർ ഭീകരൻ സക്കീർ റഹ്മാൻ ലഖ്വിക്ക് പാക് കോടതിയുടെ നോട്ടീസ്. ലഖ്വിയെ കൂടാതെ 6 ഭീകരർക്കെതിരെയും പാക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ഇന്ത്യ ഏറെക്കാലമായി പറയുന്ന കാര്യങ്ങളിലൊന്നാണിത്. ഇത് പാക് കോടതിയുടെ ഭാഗത്തു തന്നെ ഉണ്ടായിരിക്കുന്നു എന്നത് നിർണായകമല്ലേ? എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്തായാലും ലാഹോർ കോടതി തന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന സാക്കിർ റഹ്മാൻ ലഖ്വിയെ വെറുതെ വിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്ലാമാബാദിലെ തീവ്രവാദ വിരുദ്ധ കോടതി തന്നെ സാക്കിർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 ഭീകരർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. നിലവിൽ ഈ ഭീകരർ കറാച്ചി പോർട്ട് സിറ്റി തീരപ്രദേശത്തു കൂടെ ഇന്ത്യൻ തീരത്തെത്തി എന്ന് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം സ്ഥിരീകരിച്ച അൽഫോസ് ബോട്ടിന്റെ കൂടുതൽ പരിശോധനയും തെളിവ് ശേഖരണവും വേഗത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തന്നെ ഒരു വാദം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇവരുടെ വിശദീകരണങ്ങളും വാദങ്ങളും അറിയിക്കുവാൻ മറുപടി നൽകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ഇസ്ലാമാബാദിലെ തീവ്രവാദ വിരുദ്ധ കോടതി തന്നെ സാക്കിർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെയുള്ള 7 ഭീകരർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 22-നകം ഇക്കാര്യത്തിൽ മറുപടി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അൽഫോസ് ബോട്ടിലായിരുന്നു ഈ 10 ഭീകരർ അത്യാധുനിക ആയുധങ്ങൾ AK-47 ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുമായി മുംബൈ
തീരത്തേക്ക് എത്തിയത് എന്നാണ് FIA അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികളും വിചാരണയും വേഗത്തിലാക്കണമെന്ന ആവശ്യം ഇന്ത്യ ശക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ നിലവിൽ ഈ ഭീകരാക്രമണത്തിന്റെ കൂടുതൽ സാക്ഷിമൊഴികളെയും സാക്ഷികളെയും ഒക്കെ ഇന്ത്യ തന്നെ നേരിട്ട് ഹാജരാക്കണം, എങ്കിൽ മാത്രമേ വിചാരണ പൂർത്തീകരിക്കാനാകൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 6 വർഷത്തോളമായി ഈ കേസിന്റെ വിചാരണ നീണ്ടുപോവുകയും ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ കോടതി പാകിസ്ഥാനിലെ ഈ സാക്കിർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 ഭീകരർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം 6 ഭീകരർ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നവരിൽ സാക്കിർ റഹ്മാൻ ലഖ്വി കൂടാതെയുള്ള 6 പേരും ജയിലിലാണ്. മറ്റു ഭീകരനായ സാക്കിർ റഹ്മാൻ ലഖ്വി ആകട്ടെ കഴിഞ്ഞ വർഷം ലാഹോർ കോടതി തന്നെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലഖ്വിയെ തന്നെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അജിംഷ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മന്ത്രി കെ ബാബുവിനെതിരെ കുരുക്ക് മുറുകുകയാണ്. ബാബുവിനെതിരായ അന്വേഷണം തുറമുഖ വകുപ്പിലേക്കും വ്യാപിക്കുന്നു. ബാബു കൈകാര്യം ചെയ്ത മറ്റു വകുപ്പുകളിലും വൻ ക്രമക്കേടാണ് കണ്ടെത്തുന്നത്. സ്വത്ത് സമ്പാദ്യ പരിശോധനയിൽ വിജിലൻസ് ഇതുവരെ പിടിച്ചെടുത്തതിൽ 200-ൽ പരം രേഖകളാണ് ഇപ്പോൾ വിജിലൻസിന് കണ്ടെത്താനായിട്ടുള്ളത് എന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, സ്വന്തം പാർട്ടി പോലും ബാബുവിനെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. വിജിലൻസിന്റെ ഭാഗത്ത് കണ്ടന്റ് ഉണ്ട് എന്ന് സുധീരൻ പോലും ഇൻഡയറക്റ്റായി പറഞ്ഞ കാര്യം, ഇതൊക്കെ നിൽക്കെയാണ് പുതിയ തെളിവുകളും പുതിയ വ്യാപ്തിയും ഈ അന്വേഷണത്തിന് വരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, ഈ പരിശോധനകളിൽ ഇതുവരെ കണ്ടെത്തിയത് 200-ൽ പരം രേഖകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മകളുടേതും ബാബുവിന്റേതും അടക്കം ബാങ്ക് ലോക്കറിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ ഏതാണ്ട് 250-ൽ പരം പവൻ സ്വർണം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി രേഖകൾ, അത് പ്രധാനമായും ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും കെ ബാബുവിന്റെ ബിനാമിയായ ബാബുറാമിന്റേതടക്കമുള്ള ഭൂമി ഇടപാടുകളുടെ രേഖകളാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിച്ചത്. അതിലാണ് ഇത്തരത്തിൽ തുറമുഖ വകുപ്പിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ബാബുറാമിന്റെ ഭൂമിയിലേക്ക് റോഡ് വെട്ടിക്കൊടുത്തതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നു. പ്രത്യേകിച്ചും ജനവാസം അധികം ഇല്ലാത്തൊരു മേഖലയിലേക്കാണ് എന്തുകൊണ്ട് ഇത്ര വിശാലമായ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി. അപ്പോഴാണ് അവിടെ ബാബുറാമിന്റെ ഭൂമി, 20 ഏക്കറോളം വരുന്ന ഒരു ഭൂമി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും അവിടേക്കാണ് ഈ റോഡ് നിർമ്മിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായതും അത് തുറമുഖ വകുപ്പിന് കീഴിലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു റോഡ് നിർമ്മിച്ചത് എന്ന് ഈ രേഖകളിൽ നിന്ന് വിജിലൻസിന് വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിൽ മറ്റെന്തെല്ലാം അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് നടത്തിയിട്ടുള്ളത് എന്ന് വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. ഇത് കൂടാതെ ബാബുവിന്റെ വിദേശ യാത്രകളെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റ്, സിംഗപ്പൂർ മേഖലകളിലേക്ക് നടത്തിയ വിദേശയാത്രകളും ഇതുകൂടാതെ ബാബുവിന്റെ ബിനാമികൾ നടത്തിയ യാത്രകൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ വിജിലൻസ് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് ഉള്ള റെയ്ഡുകൾ തൽക്കാലത്തേക്ക് വിജിലൻസ് അവസാനിപ്പിച്ചെങ്കിൽ തന്നെയും ഇതുവരെ കണ്ടെടുത്ത രേഖകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പരിശോധനകൾ പൂർത്തിയാക്കി പിന്നീടായിരിക്കും ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കുക. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ, അതായത് ഇതുവരെ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, അതായത് ഉമേഷ്, ഇന്നലെ വിപിൻ, അതായത് കെ ബാബുവിന്റെ മരുമകൻ പറഞ്ഞിരുന്ന ചില വാദങ്ങളുണ്ട്. നിരത്തപ്പെട്ട അത്തരം വാദങ്ങൾ, അല്ലെങ്കിൽ ബാബു പ്രതിരോധമായി ഉയർത്തിയിരുന്ന വാദങ്ങൾ, ഇതൊക്കെ പൊളിയുന്ന ഘട്ടമാണ്. വിജിലൻസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ദിശ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെയാണോ? അതായത് കൂടുതൽ യാത്രകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, മന്ത്രിസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കൂടുതൽ ക്രമക്കേടുകൾ, തുറമുഖ വകുപ്പ്, താൻ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പിന്റെ ഫണ്ട് വകമാറ്റിയതിൽ, ഇത്തരത്തിൽ ഒരുപാട് ക്രമക്കേടുകളാണ് വിജിലൻസിന്റെ മേശപ്പുറത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണ്. കാരണം കെ ബാബുവിന്റെ മരുമകൻ ഉയർത്തിയ വാദഗതി, അതിൽ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രമാണ് കെ ബാബുവിന്റെ മരുമകൻ സംസാരിച്ചത്. കാരണം കെ ബാബുവിന്റെ മരുമകന്റെ അച്ഛന്റെ പേരും ഇദ്ദേഹത്തിന്റെ പേരും ഒന്നാണ്. അതുകൊണ്ടുള്ള ചില ധാരണപ്പിശകുകളാണ് ഇത്തരത്തിൽ വരാൻ കാരണമെന്നായിരുന്നു വാദഗതികൾ ഉന്നയിച്ചത്. എന്നാൽ അതിലൊക്കെ ഏറെയാണ് ക്രമക്കേടുകൾ എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല 200-ൽ പരം രേഖകൾ കണ്ടെടുത്തു. അതുകൊണ്ട് തന്നെ വളരെ ബൃഹത്തായ ഒരു അന്വേഷണം ഇനി നടത്തേണ്ടതുണ്ട് എന്ന് വിജിലൻസ് തന്നെ പറയുമ്പോൾ അതിൽ ഇനിയും ക്രമക്കേടുകൾ ഏറെ പുറത്തു വരാനുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ്. അതിലൊന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തുറമുഖ വകുപ്പിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് റോഡ് നിർമ്മിച്ചതായുള്ള വിജിലൻസിന്റെ കണ്ടെത്തൽ. കൂടാതെ വിദേശയാത്രകൾ സംബന്ധിച്ചും ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ട്.
അത്തരത്തിൽ വലിയ വിശാലമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് സംബന്ധിച്ച പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കും. പിന്നീട് ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ പിന്നീടായിരിക്കും നടക്കുക. അജിംഷാദ്, ഒരുപക്ഷെ ബാബുവിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും ചില നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. നമുക്കറിയാം റെയ്ഡ് പോലും FIR മേൽ കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് അല്ലെങ്കിൽ അനുമതിയോടുകൂടിയാണ് റെയ്ഡുകൾ അടക്കം നടന്നത്. ഇത്രയേറെ നിയമപരമായ സാധുതയും പിൻബലവും കിട്ടണമെങ്കിൽ വിജിലൻസിന്റെ നീക്കങ്ങളിൽ കാര്യമായ കഴമ്പുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നിഷ്പക്ഷരായ നിയമവിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടിയതാണ് ഉമേഷ്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് വരുന്ന സംഭവ വികാസങ്ങൾ ഏതൊക്കെ തരത്തിലാകും ബാബുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അടക്കം സ്വാധീനിക്കുക, ബാധിക്കുക? ഇതിലേക്കൊക്കെ പോകുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ പര്യാപ്തമാണോ വിജിലൻസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ? നമുക്കറിയാൻ കഴിയുന്ന സൂചനകൾ കൂടി ക്രോഡീകരിക്കുമ്പോൾ തീർച്ചയായും വിജിലൻസ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഇപ്പോൾ 200-ൽ പരം രേഖകൾ കണ്ടെടുത്തതിൽ തന്നെ പലതും കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല രേഖകളും ഈ ബാബുവിന്റെ പാസ്പോർട്ട് അടക്കം പല രേഖകളും കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നും പല രേഖകളും തിരികെ വാങ്ങാനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ലഭിച്ചാലാണ് അതിന്റെ കൂടി അന്വേഷണം ഉണ്ടാവുക. തുടർന്നായിരിക്കും ഈ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് വിജിലൻസ് കടക്കുക. അത് ആദ്യഘട്ടത്തിൽ ഈ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരം പരിശോധനകളിലേക്ക് വിജിലൻസ് കടക്കുകയുള്ളൂ. സ്വാഭാവികമായും അത് കെ ബാബുവിനെ രാഷ്ട്രീയ ഭാവിയെ ഏറെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ പാർട്ടിക്കകത്ത് തന്നെ ബാബുവിന് പിന്തുണ കുറഞ്ഞു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. ആ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറെ നിർണായകമാകുന്ന ഘട്ടമാണ് അത് എന്ന് നമുക്ക് പറയാം. അതായത് കേന്ദ്ര വിജിലൻസിന്റെ പോലും ഒരു സർക്കുലർ ഉണ്ട്. ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടാനാകും കുറ്റാരോപിതനെങ്കിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള വകുപ്പുകൾ. അങ്ങനെ വിജിലൻസിന് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. പക്ഷേ വിജിലൻസ് അതിൻ്റെ നീക്കങ്ങളൊക്കെ നിയമപരമായ പരിശോധനകൾക്ക് ശേഷം ബാബുവിനെ ചോദ്യം ചെയ്താൽ മതി എന്നതിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ ഈ പരിശോധനകൾ നടത്തുമെന്ന് തന്നെയാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷം മാത്രമാണ് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കൂ എന്നാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. അത് ഒരാഴ്ചക്കകം തന്നെ കഴിയുന്ന വേഗം തന്നെ ആ പരിശോധനകൾ പൂർത്തിയാക്കാൻ തന്നെയാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക. കെ ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ബാബുവിന്റെ ബിനാമികളായി അറിയപ്പെടുന്നവരെയാണ് ആദ്യം ചോദ്യം ചെയ്യുക. അതിനുശേഷമായിരിക്കും കെ ബാബുവിനെ ചോദ്യം ചെയ്യുക. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കെ ബാബുവിനെതിരായ അന്വേഷണം വിജിലൻസ് വ്യാപിപ്പിക്കുകയാണ്. ബാബു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ, തുറമുഖ വകുപ്പ് അടക്കമുള്ളവയിലെ ക്രമക്കേടുകൾ പരിശോധനയിലേക്ക് എത്തുന്നു. ഒപ്പം കെ ബാബുവിൻ്റെ വിദേശയാത്രകൾ, ഒപ്പം കെ ബാബു തൻ്റെ ബിനാമിയുടെ ഒഴിഞ്ഞ വസ്തുവിലേക്ക്, ഒരുമാതിരി പ്രാധാന്യമില്ലാത്ത വസ്തുവിലേക്ക് പോലും റോഡ് വെട്ടി സർക്കാർ ചെലവിൽ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് ബാബുവിനെതിരായ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത്. ഇതിനൊക്കെ ശേഷമാകും ബാബുവിനെ ചോദ്യം ചെയ്യുക എന്ന കൂടി വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. വാർത്തകളിലേക്ക്. അനധികൃത സർവീസിലൂടെ സ്വകാര്യ ബസ് ലോബി അന്തർ സംസ്ഥാന പാതയിൽ നിന്ന് കൊയ്തെടുക്കുന്നത് ലക്ഷങ്ങളാണ്. നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്ന സ്വകാര്യ ബസ് കമ്പനികൾ അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരൻ്റെ പോക്കറ്റടിക്കുന്നു. ഉത്സവ സീസണുകളും അവധി ദിവസങ്ങളുമാണ് സ്വകാര്യ ബസ് കമ്പനികളുടെ കൊയ്ത്തുകാലം. ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിൽ സാധാരണ ബസ് മുതൽ സ്കാനിയ ബസ് വരെ സർവീസ് നടത്തുന്ന കേരള കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ 350 രൂപ മുതൽ പരമാവധി 1200 രൂപ വരെയാണ് ബസ് ചാർജായി ഈടാക്കുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് ചാർജ് 650 രൂപ മുതൽ 2200 രൂപ വരെയാണ്. ബസ്സുകൾ പുറപ്പെടുന്ന സമയത്തിലുണ്ടാകുന്ന മാറ്റമനുസരിച്ച് വരെ ടിക്കറ്റ് നിരക്കിലും മാറ്റമുണ്ടാവും. ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഇവർ ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നുണ്ട്. അതായത് ഏകദേശം ഡബിൾ തന്നെ ഞങ്ങളുടെ അടുത്ത് ഈടാക്കുന്നുണ്ട്. റേറ്റ് കുറേ കൂട്ടി വരുന്നുണ്ട്. ചില ഈ ഹോളിഡേയ്സും അതേ വീക്കെൻഡ്സും അതേപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റേറ്റ് കൂടി വരുന്നുണ്ട്. ഉത്രാടത്തിന്റെ തലേന്നാൾ കോഴിക്കോട്ടേക്ക് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ലീപ്പർ ബസ്സിന് ഈടാക്കുന്നത് 839 രൂപയും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്കാനിയ ബസ്സിന് 1100 രൂപയുമാണ്. എന്നാൽ സ്വകാര്യ കമ്പനിയുടെ സെമി സ്ലീപ്പർ വോൾവോ ബസ്സിന് യാത്ര ചെയ്യണമെങ്കിൽ 2200 രൂപ നൽകണം. 2 മാസം മുമ്പ് കണ്ണൂരിലേക്ക് നോൺ സ്ലീപ്പർ എസി ബസ്സിന് 500 രൂപ മുതൽ 650 രൂപ വരെയായിരുന്നു ചാർജ് ഈടാക്കിയിരുന്നതെങ്കിൽ ഓണക്കാലം എത്തിയപ്പോൾ ഇത് 1111 രൂപയായി കുത്തനെ ഉയർത്തി. കഴിഞ്ഞ ജൂൺ 15-ന് കോഴിക്കോട്ടേക്ക് സ്വകാര്യ കമ്പനിയുടെ വോൾവോ സെമി സ്ലീപ്പർ ബസ്സിന് ബാംഗ്ലൂരിൽ നിന്നുള്ള ചാർജ് 1066 രൂപയായിരുന്നത് ഓണത്തോടടുത്ത ദിവസം എത്തിയപ്പോൾ ഇരട്ടിയായി. ഈ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ സ്വകാര്യ ബസ് കമ്പനികൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിന്റെ വ്യാപ്തി വ്യക്തമാവും. ആവശ്യത്തിന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും ട്രെയിനുകളുമില്ലാത്ത തിരക്കേറിയ സമയങ്ങളിൽ സ്വകാര്യ ബസ് കമ്പനികൾ പറയുന്ന പണം നൽകി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് യാത്രക്കാർ.
സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. പ്ലാനിംഗ് ബോർഡിന്റെ സമ്പൂർണ്ണ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് ഈ പ്ലാനിംഗ് ബോർഡ് യോഗത്തിന്റെ പ്രത്യേകത? മറ്റു വിശദാംശങ്ങൾ കൂടി. അജിബ് ഷാദെ, പ്ലാനിംഗ് ബോർഡിന്റെ സമ്പൂർണ്ണ യോഗമാണ് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആദ്യ യോഗം പുരോഗമിക്കുന്നത്. വൈസ് ചെയർമാൻ രാമചന്ദ്രനും അതുപോലെ തന്നെ മറ്റ് ബോർഡ് അംഗങ്ങളും മന്ത്രിമാരായ റവന്യൂ മന്ത്രി, അതോടൊപ്പം തന്നെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും പഞ്ചവത്സര പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ആണ് ചർച്ച പുരോഗമിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായി പഞ്ചവത്സര പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതികൾ വീണ്ടും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ചർച്ച. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരിക, ആ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, ഇതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം ലഭിക്കാതെ നഷ്ടപ്പെട്ടു എന്നുള്ളതും ഇടതുപക്ഷ സർക്കാർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതും സംസ്ഥാനത്ത് താഴെത്തട്ടിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ഈ യോഗത്തിനകത്ത് ഉയർന്നു വരും. കാരണം സംസ്ഥാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ഉയർന്നു വരുന്നതിന് വേണ്ട പദ്ധതികളായിരിക്കും രൂപവൽക്കരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിൽ സമീപനങ്ങളും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളുമായിരിക്കും യോഗത്തിൽ കൈക്കൊള്ളുക എന്നുള്ളതാണ് സൂചന. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല പദ്ധതികളും നടപ്പാക്കാതെ പോയിരുന്നു. ആ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുറച്ചുകൂടെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്നുള്ളൊരു നിർദ്ദേശം ചില അംഗങ്ങൾ ഈ യോഗത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ജനകീയാസൂത്രിത പദ്ധതി വീണ്ടും സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൂടുതൽ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി തന്നെയാണ് ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഫണ്ട് വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ പദ്ധതി ആദ്യ പ്രാധാന്യം പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയിലും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതികൾക്ക് ആയിരിക്കും ഈ ഒരു യോഗത്തിനകത്ത് രൂപം നൽകുക. ഏതായാലും യോഗം പുരോഗമിക്കുകയാണ്. അജിംഷാ. ശരി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ആസൂത്രണ ബോർഡ് യോഗം, സമ്പൂർണ്ണ ആസൂത്രണ ബോർഡ് യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സുനിൽ അരിമാനൂർ നൽകിയത്. ഇനി ഓണവിളികൾ. ഓണവിപണിയിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിൻ്റെ വരവ് കൂടിയതോടെ ഗുണനിലവാര പരിശോധനയും ആരംഭിച്ചു. തെരഞ്ഞെടുത്ത പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക പരിശോധനാ ലാബുകൾ പ്രവർത്തിക്കുന്നത്. ഉത്രാട ദിനം വരെ അതിർത്തി കടന്നെത്തുന്ന പാലിൻ്റെ പരിശോധന തുടരും. ഓണക്കാലത്ത് മായം കലർന്നതും ഗുണനിലവാരമില്ലാത്തതുമായ പാൽ എത്താനുള്ള സാധ്യത തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധനയിൽ ഉറപ്പുവരുത്തിയാണ് പാലുമായെത്തുന്ന വാഹനങ്ങൾ അതിർത്തി കടത്തിവിടുന്നത്. തെരഞ്ഞെടുത്ത അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ താൽക്കാലിക ലാബുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. പാലിൽ കൊഴുപ്പ് കൂടുന്നതിനും കേടുവരാതിരിക്കാനും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതായി മുമ്പ് കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും സാമ്പിൾ പരിശോധനയിൽ കണ്ടെത്തിയാൽ കേസെടുക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കൈമാറും. സബ്സ്റ്റാൻഡേർഡ് മിൽക്കോ അതുപോലെ തന്നെ അഡൾട്ടറൻറ്റോ മറ്റ് പ്രിസർവേറ്റീവ്സോ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിച്ച് അവർക്ക് അത് കൈമാറുക എന്നുള്ളതാണ് ചെയ്യുന്നത്. വാളയാർ, മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിലായി മലബാർ മേഖലയിലെ 50 ജീവനക്കാരെയാണ് പരിശോധനയ്ക്കായി നിയമിച്ചിരിക്കുന്നത്. 7 പേരടങ്ങുന്ന സംഘം 3 ഷിഫ്റ്റായി 24 മണിക്കൂറും ഡ്യൂട്ടിയിലുണ്ടാവും. പാലക്കാട് ജില്ലയിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന പാലുകളുടെ ഗുണമേന്മാ പരിശോധനയ്ക്കായി സിവിൽ സ്റ്റേഷനിൽ ക്വാളിറ്റി ഇൻഫർമേഷൻ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗൃഹോപകരണ വിതരണ രംഗത്തെ പ്രമുഖരായ ഗോപു നന്ദിലത് ജി മാർട്ട് ലാഭവിഹിതത്തിന്റെ 3/4 പങ്കും ഓഫറുകളായി നൽകുമെന്ന് നന്ദിലത് ജി മാർട്ട് ചെയർമാൻ ഗോപു നന്ദിലത്ത് അറിയിച്ചു. ജാക്ക്പോട്ട് ഓഫറിലൂടെ ബെൻസ് കാറും 6 ഡാറ്റ്സൺ കാറുകളുമാണ് ഇക്കുറി നന്ദിലത് ജി മാർട്ട് നറുക്കെടുപ്പിലൂടെ നൽകുന്നത്.